എല്ലാരും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. വേഗം ചെല്ലേ. ആ പെണ്ണറിയണ്ട കേട്ടോ. ഈ കുപ്പായിട്ടുണ്ടാണോ മനസ്സമ്മതത്തിന് പോണ്? കോട്ട് സൂട്ടും ഒക്കെ ഇട്ടോണ്ട് ഇറങ്ങിയാൽ അപ്പൊ അവർക്ക് കാര്യം പിടിയിട്ടും. അതൊക്കെ കൊണ്ട് ഞാൻ ദേശീയയുടെ വഴി നിൽക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ട് പോക്കോളാം. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. ബോബി എങ്ങോട്ടാ പോന്നെ? ഇവിടെ അടുത്തൊരു റെയിൽവേ പാളമുണ്ട്, അവിടെ വരെ വരുന്നോ? എന്തിനാ? ഒന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് 2-3 ദിവസമായി. ഇവിടെ അതിന് സമയം കിട്ടിയത് കാണാൻ വരുന്നോ? ആ കൊച്ചിനെ എടുത്തോ, നല്ല രസമുണ്ടാവും. ഓ അതിനാണെങ്കിൽ തന്നെത്താൻ പോയാ മതി. ഞാൻ വിചാരിച്ചു പള്ളിയിലേക്കാണെന്ന്. ആര് പറഞ്ഞാ പള്ളി പോണെന്ന്? അല്ല, ഇന്ന് മനസ്സമ്മതല്ലേ? ആരുടെ? ബോബിയുടെ ഡാഡിയുടെ കൂട്ടുകാരൻ ചാക്കോച്ചൻ ഇന്നലെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാലോ. ഒരുപാട് നാളായി പള്ളി പോയിട്ട്. ഇനി പള്ളിയിലേക്ക് എഴുന്നള്ളാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ കണ്ട നേരം. ഞാൻ പ്രാർത്ഥിച്ച ബോബിക്ക് ഇത് നീ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന എന്റെ ശവടൊക്കെ ഒന്നിച്ചായിരിക്കും. വീട്ടിൽ നാട്ടിച്ച പോലെ ഇനി നാട്ടുകാരെ മുമ്പിൽ കൂടെ നാട്ടിക്കണോ? മര്യാദയ്ക്ക് ഇവിടെ ഇല്ലേ കൊച്ചിനെ തള്ളം കൊടുത്ത് കുരിശ് തറയ്ക്കും. ബോബി എങ്ങോടാ? എനിക്ക് ഓഫീസിൽ ഇത്തിരി പണിയുണ്ട്. ഞായറാഴ്ചേട്ടോ? എനിക്ക് തോന്നുമ്പോ ഞാൻ ഓഫീസിൽ പോകും. നീ എന്നെ ചോദിക്കാൻ? കെട്ടിയനോട് എവിടെ പോകുന്നു ചോദിക്കാൻ ഭാര്യയ്ക്ക് അധികാരമില്ലേ? അതൊക്കെ സോറി, പള്ളി പോയി പറഞ്ഞാൽ മതി. അതാ ചോദിച്ചത്. പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാന്ന്. ബോബി ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് പോയി. ഇവിടത്തെ ഈ കഴിവറവന്മാരെ മേയ്ക്കാൻ തന്നെ എനിക്ക് 10 തലവ് 20 കയ്യും വേണം. അതിനിടയ്ക്ക് കൊച്ചി കിടന്ന് കയറ്റിയാല് അവൾ ഉറങ്ങി. ഇപ്പോഴെങ്ങും ഉണരൂല. കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും പറയാനൊക്കില്ല. എല്ലാരും കൂടെ ഊരിയേറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. Sonny, you don't pull me. Everybody has pulled me. Please, Sonny. Oh, oh. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡേസി കണ്ണടച്ചോ? പവർ എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കും. ആണം കിട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. ഭാര്യ പിടിക്കാൻ സമയായി. ബോബിയെ കാണുന്നില്ല. വരും. ആരിത്? നീനയോ? ഹലോ, കുറച്ച് നേരത്തെ വരണ്ടേ? ഞാൻ വിചാരിച്ചു വരില്ല. ഹലോ, ഡാഡി ഇവിടേക്കാണ് വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് വരായിരുന്നു. ഡാഡി വരാതെ മനസ്സമ്മതം നടക്കൂ? എല്ലാവരും തന്നെ ഡാഡി എന്നാ വിളിക്കുന്നത് അല്ലടോ? അപ്പച്ച, അച്ഛൻ വിളിക്കുന്നു, സമയായെന്ന്. ഇതാണ് പുതുമണവാട്ടി, ഇന്നത്തെ VIP. ഇത് നീന. ഹായ്, ഞാൻ ടീന. ഹായ്. ബോബി എവിടെ? കമ്പനിയിൽ എന്തോ അത്യാവശ്യ പണിയുണ്ട്. ഇന്നാണോ കമ്പനിയിലെ പണി നോക്കാൻ കണ്ട ദിവസം? മനസ്സമ്മതം. അവൻ വന്നോളും. തന്റെ അച്ഛൻ വിളിക്കുന്നതില്ല, അങ്ങോട്ട് ചെല്ല്. ഹായ് നീന. ഹായ് എലീന. എന്ത് പറ്റി? എന്റെ കാലിന്റെ അടിയിൽ കാലിന്റെ അടിയില് ഭൂമി ഉണ്ടോ നോക്കി? ഉണ്ട്. ഒരു കുഴപ്പമില്ല. വാ. ബോബി, ഹായ്. ഒന്ന് വേഗം വാടോ. ബോബി, ഓഫീസിൽ ധാരാളം പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്? ഓഫീസിൽ ഒന്നും പണിയൊന്നുമില്ല. അപ്പൊ പിന്നെ കല്യാണത്തിന് വരാന്ന് വിചാരിച്ചു. ഓ, കല്യാണത്തിന് വന്നതല്ലേ? മനസ്സമ്മതത്തിന് അത് വന്നല്ലേ പറ്റുള്ളൂ. ഇറങ്ങിയപ്പോ ഇതായിരുന്നല്ലോ വേഷം. ഇത് ഓഫീസിൽ ചെന്നപ്പോ മൂത്രം വെള്ളം വീണു. അപ്പൊ പുതിയതൊന്ന് വാങ്ങിച്ചു. കൊള്ളാല്ലേ? അത്രയ്ക്കൊന്നുമില്ല. By the way, this is Elena. Hello. Meet my husband Bobby. ഹലോ, നമസ്കാരം. ഇത് ബോബിയുടെ സെക്രട്ടറി. ഒന്ന് വേഗം വാടോ. അച്ഛൻ ബഹളം ഉണ്ടാക്കുന്നു. ആദ്യം വരേണ്ട ആളാ. അങ്ങേര് പറയുന്നത് കേട്ടാ തോന്നും ബോബിയുടെ മനസ്സമ്മതമാണെന്ന്. വെരി ക്ലോസ് ഫാമിലി ഫ്രണ്ട്. ആ, അത് ശരി. ആ, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അച്ചോ, ആള് വന്നിരിക്കുന്നു. ഇനി പ്രാർത്ഥന മുടങ്ങും.
എന്തായി ചളമായോ? ഇതുവരെ ആയിട്ടില്ല. വാ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് മുഴുവനും ചോദിക്കട്ടെ. പേരിങ്ങനെ ഉറച്ചു വിളിച്ച് ചോദിക്കണം. ചോദിക്കണം. അങ്ങനെയാണ് മനസമ്മതത്തിന്റെ മുറ. എന്നാ വിളിച്ച് ചോദിക്കച്ചോ, എല്ലാം അവസാനിക്കട്ടെ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ വിവാഹം കഴിക്കാൻ കുഞ്ഞിന്റെ കൊച്ചു മോളിലത്തെ നിലയെന്ന്. അയ്യോ എന്റെ കർത്താവേ. കുരിശുംപറമ്പിൽ ചാക്കോച്ചെന്ന മകൾ ടീനയെ പുതുശ്ശേരിയിൽ തോമസ് വർഗീസിന്റെ മകൻ ബോബി വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എടോ അയ്യരെ, താനല്ലടോ പറഞ്ഞത് കുഞ്ഞു മോളിത്തെ നിലം താഴെ വീണെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ മോളിലത്തെ നിലയെന്ന് താഴേക്ക് കുഞ്ഞൊരു പാവ എടുത്ത് എറിഞ്ഞു എന്ന് പറയാൻ വന്നതാ. ഓടി അണച്ചു വന്നപ്പോ പാവാന്ന് മുഴുവൻ പറയുന്നതിന് മുമ്പ് പാതി കേട്ടുകൊണ്ട് നീനക്കുഞ്ഞ് ഓടി. അതെന്റെ കുഴപ്പമല്ല. ഒരു പാവ എടുത്ത് എറിഞ്ഞതിന് ഇത്രയ്ക്ക് പറയാൻ എന്തിരിക്കുന്നു? ഉണ്ട്. പാവ താഴെ വീണപ്പോ കുഞ്ഞ് കിടന്ന് കരഞ്ഞു. കുഞ്ഞ് കരയുമ്പോ തള്ളയോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇനി ആ കൊച്ചു കിണറ്റി ചാടിയാലും ഞാനൊട്ട് കണ്ട ഭാവം വയ്ക്കാനും പോണില്ല, പറയാനും പോണില്ല. പോരെ? ഓ, ഒരു കുഞ്ഞും തള്ളി. ലോകത്തിലെങ്ങും കേൾക്കാത്ത ഒരു കഥയും.